വൈഭവപൂർണ്ണ ഭാരതത്തിനായി യുവശക്തി സംഗമങ്ങൾക്ക് വേദിയായി ദക്ഷിണ കേരളം. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ യുവകാര്യക്രമങ്ങൾ വിവിധ സംഘ ജില്ലകളിൽ നടന്നു. തിരുവനന്തപുരം ഗ്രാമജില്ലയിലെ നെയ്യാറ്റിൻകരയിൽ നടന്ന പരിപാടിയിൽ കേരള സർവകലാശാല VC ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ പങ്കെടുത്തു. കൊല്ലം ഗ്രാമജില്ല, പത്തനംതിട്ടയിൽ പന്തളം എന്നിവിടങ്ങളിലും യുവസംഗമങ്ങൾ നടന്നു. രാഷ്ട്രീയ ചിന്തയിലും ദേശീയ അഭിമാനത്തിലും സ്വാതന്ത്ര്യദിനത്തിൽ അണിനിരുന്നത് ആയിരക്കണക്കിന് യുവജനതയാണ്. വൈഭവ ഭാരതം എന്ന ലക്ഷ്യത്തിൽ രാഷ്ട്രീയ സ്വയം സേവക സംഘം സംഘടിപ്പിച്ച യുവസംഗമ പരിപാടികൾ ദക്ഷിണ കേരളത്തിലെ വിവിധ സംഘ ജില്ലകളിൽ നടന്നു. തിരുവനന്തപുരം ഗ്രാമജില്ലയുടെ പരിപാടിയിൽ കേരള സർവകലാശാല VC മോഹൻ കുന്നുമ്മൽ മുഖ്യ അതിഥിയായി. ഭാരതം വികസിത രാഷ്ട്രീയത്തിലേക്കുള്ള പാതയിലാണെന്നും രാഷ്ട്രവൈഭവത്തിനായി ശിവശക്തിയുടെ സഹകരണം അനിവാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഞാനിവിടെ നിൽക്കുന്നത് പ്രധാനമന്ത്രിയുടെ ആഹ്വാനമനുസരിച്ച് നമ്മുടെ നാട് ലോകത്തിലെ ഏറ്റവും വികസിത രാജ്യമാകാൻ പോകുന്നു എന്ന നല്ല വാർത്ത ഞാനിതാ നിങ്ങളെ അറിയിച്ചിരിക്കുന്നു. ലോകത്തിൽ ഏറ്റവും അധികം ചെറുപ്പക്കാരുള്ള രാജ്യം ഇന്ത്യയാണ്. ഇവിടെ 60% ആളുകൾ ചെറുപ്പക്കാരാണ്. ഏതൊരു രാജ്യവും വികസിക്കുന്നത് ചെറുപ്പക്കാരിലൂടെയാണ്. രാഷ്ട്രീയ സ്വയം സേവക സംഘം ദക്ഷിണ ക്ഷേത്രീയ കാര്യവാഹ് M രാധാകൃഷ്ണൻ മുഖ്യ സന്ദേശം നൽകി. ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് നമ്മുടെ നാട്ടിലെ ഏറ്റവും നല്ല ഉൽപ്പന്നം ഏതെന്ന് ചോദിച്ചാൽ മെയ്ഡ് ഇൻ ജപ്പാൻ എന്ന് പറയാറുണ്ടായിരുന്നു. മെയ്ഡ് ഇൻ ജപ്പാന്റെ സാധനങ്ങളെ സംബന്ധിച്ച് പൊതുവെ ലോകത്തെല്ലായിടത്തും ജനങ്ങൾക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ഇന്നലെയും ഇന്നുമായി പത്രങ്ങളിൽ വന്ന ഒരു പ്രത്യേക വാർത്ത ലോകത്തിൻ്റെ പല രാജ്യങ്ങളിലും മെയ്ഡ് ഇൻ ഇന്ത്യ ഒരു തരംഗമായി കൊണ്ടിരിക്കുന്നു എന്നാണ്. കൊല്ലം ഗ്രാമജില്ല, പത്തനംതിട്ട എന്നിവിടങ്ങളിലും യുവസംഗമങ്ങൾ നടന്നു. വിവിധ കലാപ്രകടനങ്ങളും പരിപാടികൾക്ക് മിഴിവേകി. രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ ശതാബ്ദി കാര്യക്രമങ്ങളുടെ ഭാഗമായാണ് ജില്ലാതലങ്ങളിൽ യുവസംഗമങ്ങൾ നടന്നത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ജനം, തിരുവനന്തപുരം.